നമ്മൾ അനുവിനെ കുറിച്ച് എവിടെ സെർച്ച് ചെയ്താലേ, ഇപ്പൊ ഗൂഗിളിൽ അനുമോളെന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാലേ അനുക്കുട്ടി ഉടൻ വിവാഹിതയാകുന്നു, അല്ലെങ്കിൽ അനുക്കുട്ടി വരനാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇതൊക്കെയാണ് ഒരുപാട് എന്നെ കല്യാണം കഴിപ്പിച്ചതാണ്, കല്യാണം കഴിപ്പിച്ചു, എന്നെ കൊന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവരായിട്ട് എന്നെ ചെയ്തു തന്നു. അപ്പൊ ആദ്യമൊക്കെ അത് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർക്ക്. പിന്നെ അറിയാലോ, ഇപ്പൊ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ കൂടെയുള്ള ഫോട്ടോസ്, കല്യാണം ആയിട്ടിരിക്കുന്നവരുടെ കൂടെയുള്ള ഫോട്ടോസ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം എനിക്ക് പ്രശ്നമില്ല അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ചോദിക്കും, അതായത് എൻ്റെ കൂടെ ഫോട്ടോയിൽ നിൽക്കുന്ന ആളോട് ഞാൻ ചോദിക്കും, ഇങ്ങനൊരു ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ ആയിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും. 1-2 പേര് പറഞ്ഞു കല്യാണം വീട്ടിലായിരിക്കുകയാണ്, അപ്പോൾ അവർക്ക് അവരുടെ ഫാമിലിക്ക് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പേരും പറഞ്ഞിട്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ തമാശയായിട്ട് എടുക്കുന്നത്, അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ശരിക്കും അനുക്കുട്ടി വിവാഹം കഴിക്കാൻ പോവാണോ? ഇല്ല, ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് കല്യാണം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം അറിയിക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയയിലായിരിക്കും, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബിലായിരിക്കും ഞാൻ അറിയിക്കുക. ഇതുവരെ ആയിട്ടില്ല. ഈ പറഞ്ഞ് ഈ കല്യാണം മടുത്തുന്നില്ല, ആവുന്നില്ല, അതാണ് എനിക്ക് വിഷമം. കല്യാണം ആവുന്നില്ല. അല്ല, കല്യാണം എല്ലാരും ആയി എന്ന് പറഞ്ഞിട്ട് പറയുന്നതെല്ലാം ഫേക്കാണ്. ആ ഫേക്ക് ആക്കി വെച്ചിരിക്കുന്ന ആൾക്ക് ഇപ്പൊ റിയൽ ആയിട്ട് ഈ കല്യാണം ആവുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. വേദനയൊന്നുമില്ല കേട്ടോ, സന്തോഷം, കല്യാണം വേണ്ട. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് അനുവിന്റെ അടുത്ത സുഹൃത്തായ രാജീവിന്റെ കൂടെയുള്ള രാജീവല്ല, അനുവിന്റെ അടുത്ത രാജീവ് കുടുംബശ്രീ ശാരദിലെ രാജീവാണോ? അതെ, അതിന്റെ ക്യാരക്ടർ പേരാണ് കേട്ടോ രാജീവ്. യഥാർത്ഥ പേര് ജീവന്റെ കൂടെയുള്ള ഫോട്ടോ ആണ് കൂടുതലും കണ്ടത്. അതെന്താന്ന് വെച്ചാല് ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കമ്പനി ഉള്ളതും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജീവനാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും സംസാരിക്കുന്ന അവനുമായിട്ടാ. അപ്പം അബിബട്സ് മഹി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം 3-4 വർഷമായി അത് ഇപ്പൊ കഴിഞ്ഞ് നിന്നിട്ട്. അപ്പം ആ സമയം മുതലുള്ളൊരു റിലേഷനാണ് ഞാനും അവനെന്ന് പറയുന്നത്. അപ്പോൾ 2019 അബിബട്സ് മഹി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് മുതലും ഇന്ന് വരെയും ഞാനും അവനും ഇപ്പോഴും നല്ല ഫ്രണ്ട്സായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ റീൽ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ എന്താ പറയണ്ടേ, നല്ല ഫ്രണ്ടാണ് എൻ്റെ, അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഈ പറയുന്ന മീഡിയക്കാർ മൊത്തം കല്യാണം കഴിപ്പിക്കുന്നു, അങ്ങനെയൊക്കെയാണ്.